നമസ്കാരം. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ എന്തും പറയാമെന്ന് വിചാരിക്കരുത്. കുറച്ചൊക്കെ മര്യാദ വേണം. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ ചില വാക്കുകളാണ് ഞാനിപ്പോൾ മുമ്പേ നിങ്ങളോട് പറഞ്ഞത്. ഷിബു ചക്രവർത്തി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ ആള് കേരളത്തിലെ ഒരു പ്രമുഖമായ ചലച്ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ യാതൊരു പ്രയോജനവുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനെ വിമർശിച്ചുകൊണ്ട് രണ്ട് വാക്ക് പറഞ്ഞു. തീർന്നു കാര്യം. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ തമ്പുരാനാണ്, നാടുവാഴി തമ്പുരാനെന്ന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്തും പറയാമെന്ന് വിചാരിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോ തമ്പുരാൻ ഇഷ്ടപ്പെട്ട വാഴ്ത്തുപാട്ടുകൾ മാത്രം പറഞ്ഞാൽ മതി എന്നതാണ് ഈ മുഖാമുഖം പരിപാടിയിൽ കാണുന്ന എല്ലാം. നമ്മൾ കഴിഞ്ഞ 1-2 മുഖാമുഖം പരിപാടിയിൽ കണ്ടതും അതുതന്നെയാണ്. തൃശ്ശൂരിൽ നടന്ന മുഖാമുഖം പരിപാടിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായത്. തൃശ്ശൂരിൽ നടന്ന ആ മുഖാമുഖം പരിപാടി എന്ന് പറയുന്നത് കലാകാരന്മാരുടെയും സാഹിത്യന്മാരുടെയും മുഖ്യമന്ത്രി തമ്പുരാൻ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതാണ് ആ പരിപാടി. എന്തിനീ പരിപാടി വെച്ചു എന്നോ ഈ പരിപാടി എന്തുകൊണ്ട് എന്താണ് പ്രയോജനമെന്നോ നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കൊണ്ടുവന്ന പരിപാടികളെല്ലാം ഈ ജനകീയ സദസ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനവും കേരളീയം എന്ന് പറയുന്ന സംവിധാനവും അങ്ങനെയുള്ള ചില പദ്ധതികളെല്ലാം എന്തിനു കൊണ്ടുവന്നു എന്ന് വെച്ചാൽ അവരുടെ PR വർക്കിലൂടെ മുഖ്യമന്ത്രിയെ വാഴ്ത്തുക, മുഖ്യമന്ത്രിയെ പിന്നെ ഉയർന്ന ഒരു വലിയ ബിംബമാക്കി മാറ്റിയെടുക്കുക, ഒരു ഐക്കണാക്കി മാറ്റിയെടുക്കുക എന്നല്ലാതെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. കേരളത്തിന്റെ ഫണ്ട് മുഴുവനും ദൂർത്തടിക്കുന്നതാണ് കാണുന്നത്. ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. തൃശ്ശൂരിൽ നടന്ന കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും മുഖാമുഖം പരിപാടിയിൽ കോഴിക്കോട്ടുകാരനായ MT വാസുദേവൻ നായരെ വിളിച്ചില്ല, ക്ഷണിച്ചില്ല, പങ്കെടുപ്പിച്ചില്ല. എന്നാൽ കണ്ണൂറുകാരനായ T പത്മനാഭനെ വിളിക്കുകയും ക്ഷണിക്കുകയും കൊണ്ടിരുത്തുകയും ചെയ്തു. ഇവിടെ മനസ്സിലാക്കാം നമുക്ക്. സാഹിത്യ കലാകാരന്മാരിൽ പോലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്നും കാണേണ്ടത്. MT വാസുദേവൻ നായർ കഴിഞ്ഞ ഒരു കോഴിക്കോട്ട് നടന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാമിൽ മുഖ്യമന്ത്രിക്കെതിരെ ചില പ്രയോഗങ്ങൾ നടത്തുകയുണ്ടായി. അത് പിന്നീട് വലിയ ചർച്ചകളാവുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് MTയെ വിളിക്കാതെ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി സാഹിത്യ കലാകാരന്മാരെ വിളിച്ചുകൊണ്ട് സാംസ്കാരിക നായകന്മാരെ വിളിച്ചൊരു മുഖാമുഖം നടത്തുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ട പേര് MT വാസുദേവൻ നായരാണ്. എന്നാൽ T പത്മനാഭനെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നെങ്കിലും കോഴിക്കോട്ടുകാരനായ MTയെ കൊണ്ടുവരാൻ തയ്യാറായില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എന്ന് മറ്റൊരു കാര്യം. എന്തായാലും ഷിബു ചക്രവർത്തിക്ക് നല്ല കണക്കിന് കിട്ടി. അദ്ദേഹം കോട്ടയത്തെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, KR നാരായണൻ മെമ്മോറിയൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നോ ഏതെങ്കിലും നല്ല സിനിമകൾ ചെയ്യുന്നു എന്നോ അവർക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്നൊന്നും നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല. എന്നാൽ തമിഴ്നാട്ടിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സർക്കാർ നടത്തുന്ന MGR എന്ന് പറയുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതുപോലെ കൽക്കട്ടയിൽ ഉണ്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ പൂനെയിലുണ്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടങ്ങളിൽ നിന്നെല്ലാം പിടിച്ചിറങ്ങുന്നവർ മിടുക്കന്മാരായിട്ട് പിന്നീട് ചലച്ചിത്ര മേഖലയിൽ വളരെ ഉന്നതിയിലെത്തി നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ 5 വർഷത്തിലധികമാകുന്നു ഈ കോട്ടയത്ത് ഇങ്ങനെ കേരളത്തിന്റെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട്. എത്ര പേര് അതിൽ നിന്നും പുറത്തു വന്നുവെന്നോ ഇവരെന്തൊക്കെ ചെയ്യുന്നു, ഇവർ ഏതെങ്കിലും സിനിമകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. പോട്ടെ, എന്തായാലും അത് പറഞ്ഞത് കൊണ്ടാണ് ഈ ഷിബു ചക്രവർത്തിയെ തമ്പുരാൻ വിലക്കിയത്. മാധ്യമ പ്രവർത്തകരെ നേരത്തെ വിലക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്കത് പ്രശ്നമല്ല. കാരണം ഞങ്ങൾ മോശക്കാരാണ്. കാരണം മുഖ്യമന്ത്രി പറയുന്നതെന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളും ഒക്കെ പുറത്തു വന്നാൽ അത് മോശമല്ലേ എന്നുള്ളതുകൊണ്ട് മാധ്യമക്കാരെ പുറത്ത് നിർത്തിക്കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ സാഹിത്യകാരന്മാർ പോലും ഏറ്റവും അധികം ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയാനും എഴുതാനും ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറേണ്ടവരാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും. ഭരണകൂടത്തിനെ തിരുത്താനുള്ളവരാണ്. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പോലും അസഹിഷ്ണുത കാണുന്ന ഒരു നാടുവാഴി ഭരിക്കുമ്പോൾ എന്തിന് ഇത്തരം പരിപാടിയിൽ നിങ്ങൾ പോയിരിക്കുന്നു, പ്രിയപ്പെട്ട കലാകാരന്മാരെ, സാഹിത്യകാരന്മാരെ?